നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജിമ മോഹൻ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗ്യാസ് ട്രബിൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല. ഗ്യാസ് ട്രബിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങളും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോ. ഗ്യാസ് ട്രബിളിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് പുളിച്ചുതി കെട്ടി വരിക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പുളിച്ചുതി കെട്ടിയിട്ട് വീണ്ടും നമ്മുടെ വായിലോട്ട് വരുന്നൊരവസ്ഥ. അതുപോലെ തന്നെ തലക്കൊക്കെ കുറച്ച് കന അനുഭവപ്പെടുക. നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ഭക്ഷണത്തിനൊക്കെ ഒരു രുചിയില്ലായ്മ അനുഭവപ്പെടുക. അതുപോലെ തന്നെ നെഞ്ചിരിച്ചിൽ, നെഞ്ചുവേദന, കഴുത്തൊക്കെ ഒരു കഴപ്പ് അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുക. കയ്പ്പ് രസമുള്ള വെള്ളം നമ്മൾ ഛർദ്ദിച്ചിട്ട് കളയുക. അതുപോലെ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പം തന്നെ നമുക്ക് വയറൊക്കെ ഒന്ന് വീർത്ത് വയറൊക്കെ ഒരു ഫില്ലായൊരവസ്ഥ അനുഭവപ്പെടുക. വയറിലൊക്കെ ഒരു ശബ്ദം ഉണ്ടാവുക. അതുപോലെ തന്നെ എന്തൊക്കെയൊക്കെ ഉരുണ്ട് കളിക്കുന്ന പോലെയൊക്കെ വയറ്റിനുള്ളിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ഗ്യാസ് ഒരുപാട് അടങ്ങിയിട്ടുള്ള, അതായത് പയർ വർഗ്ഗങ്ങളോ കിഴങ്ങ് വർഗ്ഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ വിരുദ്ധാഹാരം പാടെ ഒഴിവാക്കുക. അതായത് മീനിൻ്റെ കൂടെ തന്നെ തൈര് കഴിക്കുക. ഇങ്ങനെയുള്ള വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുക. പുളി കൂടുതലുള്ളതും എരിവ് കൂടുതലുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരിക. പുകവലി തീർത്തും നമ്മൾ വർജിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്ന ശീലം പലർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ വെള്ളം കുടിക്കാതെ 1 മണിക്കൂർ മുൻപോ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷമോ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഭക്ഷണം അതുപോലെ കഴിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ചവച്ചരച്ച് ഉമിനീരൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണം കഴിക്കുമ്പം ഗ്യാസ് ട്രബിൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി കുറച്ച് പൊടിക്കൈകൾ നോക്കുകയാണെങ്കിൽ വെളുത്തുള്ളി അതുപോലെ തന്നെ പെരുംജീരകം ഇവ രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു കഷായം, വെള്ളം വെച്ച് കഷായം ഉണ്ടാക്കി ഈ ഒരു കഷായം നമ്മൾ 3 നേരം സേവിക്കുക. അതുപോലെ തുമ്പ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. ഈ തുമ്പയുടെ നീരും അതിൽ കുറച്ച് കുരുമുളകും ചേർത്തിട്ട് സേവിക്കുകയാണെങ്കിൽ അതും ഗ്യാസ് ട്രബിളിന് വളരെ നല്ലതാണ്. ഗ്രാമ്പു ചതച്ചിട്ട വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയാണെങ്കിൽ അതും ഗ്യാസ് ട്രബിൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ചെറു ചൂടുവെള്ളത്തിൽ പകുതി ചെറുനാരങ്ങയുടെ നീരും അതുപോലെ 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് നമ്മൾ നിത്യവും കഴിക്കുകയാണെങ്കിൽ അതും നമുക്ക് ഗ്യാസ് ട്രബിൾ വരുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. രാത്രി കിടക്കുന്ന സമയത്ത് ഒരു 5 ഗ്രാം ത്രിഫല ചൂർണ്ണം ചെറു ചൂടുവെള്ളത്തിൽ ചാലിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ ഇതും നമുക്ക് ഗ്യാസ് ട്രബിൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ പൊടിക്കൈകളും അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്